മലയാളികളുടെ ഇഷ്ടനടനാണ് നന്ദു എന്നറിയപ്പെടുന്ന നന്ദലാൽ മൂർത്തി. അടുത്ത കാലത്തായി നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ പ്രതിഭ അടയാളപ്പെടുത്തിയിരുന്നു. 1983 പുറത്തിറങ്ങിയ ഒരു മാടപ്രാവിൻ്റെ കഥയാണ് ആദ്യ ചിത്രമെങ്കിലും സർവകലാശാല എന്ന മോഹൻലാൽ വേണു നാഗവള്ളി ചിത്രമാണ് നന്ദുവിന് ലഭിച്ച മികച്ച കഥാപാത്രം. അവിടുന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 40 വർഷത്തോളമായി സിനിമയിൽ സജീവമാണ് താരം. ഇടക്കാലത്ത് നെഗറ്റീവ് ടച്ചുള്ള വേഷങ്ങളിലൂടെയും സ്വഭാവ വേഷങ്ങളിലൂടെയും നന്ദു കയ്യടി നേടിയിരുന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ പ്ലംബർ മണിയൻ എന്ന കഥാപാത്രം ഇക്കൂട്ടത്തിൽ ഏറെ പ്രശംസ നേടിയിരുന്നു. തുടക്കകാലം മുതൽ മോഹൻലാലിനൊപ്പം ഒട്ടേറെ സിനിമകളിൽ വേഷമിടാൻ നന്ദുവിന് കഴിഞ്ഞിരുന്നു. മോഹൻലാലിൻ്റെ പല ഹിറ്റ് ചിത്രങ്ങളിലും താരം അഭിനയിച്ചിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ എന്ന ചിത്രത്തിനിടെ സംഭവിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ചിത്രത്തിൻ്റെ ഷൂട്ട് കോഴിക്കോട് നടക്കുമ്പോൾ മോഹൻലാലിനെ കാണികളിൽ ഒരാൾ ഉപദ്രവിച്ചതും അയാളോട് എങ്ങനെയാണ് മോഹൻലാൽ പെരുമാറിയതെന്നും നന്ദു വെളിപ്പെടുത്തി. സഫാരി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഓട്ടോയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായി AC കാറിൽ കയറുന്നത്. അന്ന് പ്രൊഡ്യൂസർ മണിയൻ പിള്ള രാജു ചേട്ടനായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി രാജു ചേട്ടൻ പഴയൊരു അംബാസിഡർ കാർ എല്ലാ പണിയും തീർത്ത് AC ആക്കി മാറ്റിയിരുന്നു. അത് ലാലേട്ടന് യാത്ര ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരണമായിരുന്നു. ഞാനും കോന്നിയൂർ ഭാസ്, പിന്നെ മണിയൻ പിള്ള രാജു ചേട്ടൻ്റെ സഹോദരൻ, അദ്ദേഹം എൻ്റെ സീനിയറായി പഠിച്ചതാണ്. ഞങ്ങളും ഡ്രൈവറും യാത്ര തിരിച്ചു. ഞങ്ങൾ ആരും തന്നെ ഇതുവരെ ബൈ റോഡ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഉച്ചയായിരുന്നു. അവിടെ നിന്ന് തിരിക്കാൻ രാത്രി എവിടെ നിന്നോ കാപ്പിയൊക്കെ കഴിച്ചു വീണ്ടും യാത്ര തുടരുകയാണ്. കോഴിക്കോട്ട് എത്തണമെങ്കിൽ 11 മണിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിരുന്നു. റോഡിൽ ഭയങ്കര ഇരുട്ടായിരുന്നു. ഫ്രണ്ടിൽ ഒരു ലോറി ഉണ്ടായിരുന്നു. കുറേ ദൂരം പോയപ്പോൾ ആ ലോറിക്കാരൻ ചവിട്ടി നിർത്തി. ഞങ്ങളും നിർത്തി. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുഴുവൻ ഇരുട്ടാണ്. ആകെയുള്ളത് ലോറിയുടെ 2 ഹെഡ്ലൈറ്റ് മാത്രം. ഞങ്ങളുടെ ഡ്രൈവർ ഇങ്ങനെ ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ ടെൻഷൻ. നോക്കുമ്പോൾ ലോറിയുടെ ഡ്രൈവർ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഭയങ്കര സൈഡിലൊക്കെയുള്ള ഒരാളായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ നിന്ന് വിറയ്ക്കുകയാണ്. അയാൾ വന്ന് ഗ്ലാസ്സിൽ തട്ടി. ഞങ്ങൾ AC ഗമയിലിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു. അയാൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുന്നോട്ട് എടുക്കുന്നില്ലെന്ന്. മുന്നോട്ട് പോയിട്ട് നിങ്ങൾ റെയിൽവേ ക്രോസ് ഇടിച്ചു തകർത്തിട്ട് മുന്നോട്ട് പോകുമോ എന്നാണ് ചോദിച്ചത്. ശരിക്കും ഞങ്ങൾ എല്ലാവരും ചിരിച്ചുപോയി. വെളിച്ചമില്ലാത്തതിനാൽ മുന്നിലുള്ളതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒറ്റപ്പാലത്ത് റെയിൽവേ ക്രോസൊക്കെ മാറി ബൈപ്പാസ് വന്നു. ഇപ്പോഴും അവിടെ പോകുമ്പോഴും ആ വഴി കടന്നു പോകുമ്പോഴും ഈ സംഭവമാണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരാറുള്ളത്. ആ സെറ്റിൽ വെച്ചാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ വെച്ച് ഷൂട്ട് നടക്കുകയായിരുന്നു. ലാലേട്ടനും രേഖയുമാണുള്ളത്. ഷൂട്ട് കഴിഞ്ഞ് അവരെ കൊണ്ടുപോവാൻ നമ്മുടെ കാർ പുറത്തുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ ജനസാഗരമായിരുന്നു അവിടെ. അതിനിടയിൽ എങ്ങനെയോ ഇവരെ കാറിൽ കയറ്റി. അവിടെ ഉണ്ടായിരുന്ന അല്പം പ്രശ്നക്കാരായിരുന്നവരിൽ ഒരാൾ കല്ലെടുത്ത് കാറിൻ്റെ ചെറിയ വിൻഡോ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. ആ പുള്ളി തന്നെയാണ് അല്പം മുമ്പ് ലാലേട്ടൻ ഇറങ്ങി വരുമ്പോൾ വയറിൽ പിടിച്ചു ഷർട്ട് കീറിയത്. ലാലേട്ടനും രേഖയും പോയ സമയം അവിടെ പ്രൊഡക്ഷൻ മാനേജർ മോഹനേട്ടനും കുറച്ചുപേരും കാറിൽ പെട്ടെന്ന് അയാളെ പിടിച്ചു കയറ്റി. ഞാനും ആ കാറിൽ കയറി. അവരെല്ലാം ചേർന്ന് ആ പുള്ളിയെ അടിച്ചു പരുവമാക്കി. നേരെ ഹോട്ടൽ മഹാറാണിയിലേക്ക് വിട്ടു. ലാലേട്ടനെ പിച്ച് ആളെ കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ട് ചെന്ന് മുന്നിൽ നിർത്തി. എന്താ മോനെ, ഇങ്ങനെയൊക്കെയാണോ പെരുമാറുക എന്നായിരുന്നു സ്വതസിദ്ധമായ ശൈലിയിൽ ചോദ്യം. അയാളെ ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അകത്തു പോയി പുതിയ ഷർട്ട് എടുത്തു അയാൾക്ക് കൊടുത്തു. അടി കിട്ടിയതിൻ്റെ വേദനയൊക്കെ മാറി. അയാൾക്ക് സന്തോഷമായി.